ചെറിയമ്മ ഇത് കണ്ടോ ചെറിയമ്മേ? കൈയാകെ ചുമന്നു. നിനക്ക് കൈക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ, എനിക്ക് ആ ഇരിപ്പിരുന്നിട്ട് നടു അനക്കാൻ വയ്യ. ആദ്യം ആയോണ്ടാ ഉർവശി, ഇനി പോകെ പോകെ ശീലം ആയിക്കോളൂ. എന്നും അത് ചെയ്യാൻ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ, നിനക്ക് വല്ലാത്ത പരാതിയായിരുന്നല്ലോ അമ്മ ഉത്തരവാദിത്തം മുഴുവൻ എന്നെയാ ഏൽപ്പിക്കുന്നത്, നിന്നെ ഒന്നും ഏൽപ്പിക്കുന്നില്ലാന്ന്. ആ, ഇനിയിപ്പോ എന്തായാലും ആ പരാതി കാണില്ലല്ലോ. ഇപ്പൊ ലോകത്തെ എല്ലാ സ്ഥലത്തും മിക്സിയിലാ ഉഴുന്നു അരി ആട്ടുന്നത്. ഇവിടെ മാത്രം എന്താ ഇപ്പൊ ഇങ്ങനൊരു പരിപാടി? ആ, മിക്സിയിൽ അരക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഏട്ടത്തി ആട്ടിയെടുത്താല്. അതെ, അച്ഛനും മുത്തശ്ശിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാർക്കാ ഇത്രയും ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എടുക്കണം, പിന്നെ കുറച്ച് ഫിദ മാഡത്തിനും കൊടുക്കണം. ഓ, അപ്പൊ ഇവിടുന്ന് ഫിദ മാഡത്തിന്റെ വീട്ടിലേക്ക് കള്ളക്കടത്തൊക്കെ ഉണ്ടോ? ദേ, ആവശ്യമില്ലാത്ത കാര്യം പറയരുതേ. ഇവൾ അമ്മയെ പോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ അവര്. ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നോണ്ട് എന്താ? അല്ല, ഈ ഫിദ മേഡത്തിന് എന്തിനാ ഇവള് അമ്മയെന്ന് വിളിക്കുന്നത്? എനിക്ക് യശോദ അമ്മയെ പോലെ തന്നെയാ ഫിദ മാഡം. ഓ, അത് ചിലപ്പോ ശരിയായിരിക്കും. സ്വന്തമായിട്ട് അമ്മ ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ കാണുന്ന എല്ലാ സ്ത്രീകളെയും കയറി അമ്മയെന്ന് വിളിക്കാലോ. അത് ശരിയാ. കൽപ്പന പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഏടത്തേക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്, അതുകൊണ്ട് ഏടത്തി വേറെ ആരെങ്കിലും സ്വന്തം അമ്മയെന്ന് പറഞ്ഞു നടക്കൂ? അല്ല, വരുൺ നടക്കൂ അങ്ങനെ? ആ, തന്തയും തള്ളയും ഇല്ലാത്തവരുടെ ഒരു യോഗം. ആ പത്മിനി, രണ്ടുപേർക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? ആ, ഉവ്വമ്മേ. ആട്ടുകല്ലിൽ അരയ്ക്കുമായിരുന്നില്ലേ ഈ നേരം വരെ. ക്ഷീണം മാറാൻ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? ആ ടെറസിലെ മൊത്തം ചെളി പിടിച്ച് കിടക്കുക. ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയും പെയ്തല്ലോ, കുറച്ച് പുല്ലും വളർന്നിട്ടുണ്ട്. രണ്ട് പണിക്കാരെ അന്വേഷിച്ചിട്ട് അവന്മാരുടെ ജാടയാണെങ്കി പറയണ്ട.